നിങ്ങളൊരു കാര്യം അറിയിക്കോ, നമ്മളെ പേരാമ്പ്രയിലും ആ ഒരു സാധനം വന്നിട്ടോ. ഞാൻ നേരത്തെ ഒന്ന് പേരാമ്പ്ര പോയാലും അന്ന് രണ്ടാളെ കുറേ ആൾക്കൂട്ടോ ആ ഒരു പീടിയിൽ. എന്താ സംഭവം എന്ന് പോയി നോക്കുമ്പോഴത്തേക്ക് ഇതാ ആ ഒരു സാധനം നേരെ പോയിലെത്തിയപ്പോൾ രണ്ടാളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരിക എന്നിട്ടോ. കോഴിക്കോടേക്ക് പോകുന്ന ആ ഒരു റൂട്ടിൽ പിന്നെ ഇടത് സൈഡിലായിട്ടാണ് ടീ ഹബ്ബ്. ഇവിടെയാണ് ഞാൻ നേരത്തെ കുറേ ആൾക്കാരെ കണ്ടത്. അപ്പോൾ വന്ന് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ. ഇതെന്താ നമ്മൾ പേരാമ്പ്ര വരാത്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാത്ത് കുത്തുന്നേന് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ പേരാമ്പ്രയിൽ ആ ഒരു സാധനം എത്തി. ഇതിപ്പോൾ എന്തെന്നാ സാധനം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാകുമല്ലോ. നമ്മളെ വയറായിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക് കേട്ടോ. ഇവലെ ഈ ഒരു ചായയിൽ ഇത് ഡിപ്പ് ചെയ്തിട്ട് ഞാനൊന്ന് കഴിച്ചു നോക്കിട്ടോ. ഇതിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കണം എന്നാണല്ലോ പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ആവറേജ് ഐറ്റം എന്താ പറയുക, ഇതുവരെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണല്ലോ ഈ ഒരു സാധനം ഇത്രയും വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു കേരളത്തിൽ കഴിക്കാത്തത് ആരുമില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. ഇവിടെ വന്നവരോടൊക്കെ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് പുള്ളി കഴിച്ചിട്ട് എന്താ അഭിപ്രായം എന്നാണ്. എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. കാരണം ഫസ്റ്റ് ട്രൈ ചെയ്യുന്നവർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു സാധനമാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതൊക്കെ കുറേ പാർസലും കൂടിയും പോകുന്നുണ്ട്. പാർസലിനൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ട് കുറേ പിള്ളേർമാർ വരുന്നുട്ടോ. ക്ലാസ് വിട്ടിട്ട് വരുത്താൻ തോന്നുന്നു. അങ്ങനെ അത് ഓലും കൂടി ആ ഒരു സാധനമൊക്കെ ട്രൈ ചെയ്യുന്നത്. എങ്ങനെയുണ്ട്, രസമുണ്ടോ എന്നൊക്കെ ചോദിച്ച്. രസമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ഇതാ ടീ ഹബ്ബ് എന്ന് കഴിക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോസിൽ കമൻറ്റ് ഇട്ടോ എന്താ നിങ്ങളെ അഭിപ്രായം എന്ന്.